Okay, miscellaneous exercise chapter 2 ന്റെ question number 5 ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. question number 4 വരെ നമ്മൾ കഴിഞ്ഞതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. So question number 4, cos inverse 4/5 plus cos inverse 12/13 is equal to cos inverse 33/65. So ഇത് പ്രൂവ് ചെയ്യാനാണ്, പ്രൂവ് ദാറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പൊരു പ്രോബ്ലത്തിൽ പറഞ്ഞതിൻ്റെ കൂട്ട് നമുക്ക് കോസ് ഇൻവേഴ്സിൽ തുടങ്ങുന്ന ഒരു ഐഡൻറ്റിറ്റി നമ്മൾ പഠിക്കുന്നില്ല. ഓക്കെ, അതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ രണ്ട് കോസ് ഇൻവേഴ്സിനെയും ഈ മൂന്നെണ്ണത്തിനെയും നമ്മൾ ടാനിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇതിന് ഇക്വലൻ്റ് ആയിട്ട് ടാനിൽ എഴുതും. ടാനിൽ എഴുതിയാലുള്ള യൂസ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 - xy. ആ ഇക്വേഷനുണ്ട്. സോ അതുകൊണ്ട് ഈ രണ്ട് ഇക്വേഷനെയും ആദ്യം ഞാൻ കോസ് ഇൻവേഴ്സ് 4/5 കൺവേർട്ട് ചെയ്യാൻ പോവാം. സോ അതിന് കോസ് ഇൻവേഴ്സ് ട്രയാങ്കിൾ മെത്തേഡാണ്, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ട്രയാങ്കിൾ മെത്തേഡ്. So take cos inverse 4/5 as y, then cos y is equal to 4/5. cos റൈറ്റിലോട്ട് കൊണ്ടുപോയാൽ മതി. 4/5 is equal to cos y ആണ്, അത് cos y is equal to 4/5 എന്ന് എഴുതുന്നു. നെക്സ്റ്റ് നമുക്കതിൻ്റെ ട്രയാങ്കിൾ ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, സോ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾഡ് അറ്റ് ബി ആൻഡ് ടേക്ക് എനി വൺ ആംഗിൾ എ ആൻഡ് സി ആസ് വൈ. നിങ്ങൾക്ക് എയോ സിയോ വൈ ആയിട്ട് എടുക്കാം, കാരണം 90 എടുക്കരുത്. എയോ സിയോ നമുക്ക് വൈ ആയിട്ട് എടുക്കാം. ഞാനപ്പോൾ സി എടുത്തു വൈ ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ബൈ അവർ ഡെഫിനിഷൻ കോസ് വൈ എന്ന് പറഞ്ഞാൽ കോസിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം, അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ് കോസിൻ്റെ ഡെഫിനിഷൻ. സോ 4/5 അഡ്ജസൻറ്റ് ഓഫ് വൈ, ദാറ്റ് ഈസ് 4ഉം വരും, ഹൈപ്പോട്ടിന്യൂസ് 5ഉം വരും. യൂസിങ് പൈതഗോറസ് തിയറം നമ്മൾ എ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ. എ ബി സ്ക്വയർ അറിയില്ല, എ ബി സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബി സി സ്ക്വയർ 16, എ സി സ്ക്വയർ 25. സോ എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 - 16 വിച്ച് ഇസ് ഈക്വൽ ടു 9 വരും. ദെയർഫോർ എ ബി ഇസ് ഈക്വൽ ടു 3 എന്ന് വരും. സോ എ ബിയുടെ വാല്യൂ നമുക്ക് 3 വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കോസ് വൈനെ നമുക്ക് ടാനിലോട്ട്, അല്ലെങ്കിൽ ഈ ട്രയാങ്കിൾ വെച്ചുകൊണ്ട് നമുക്ക് ടാൻ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. സോ ടാൻ വൈ എന്ന് പറയുന്നത്, ടാനിൻ്റെ ഡെഫിനേഷൻ അറിയാം, ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്. വൈയുടെ ഓപ്പോസിറ്റ് 3ഉം വൈയുടെ അഡ്ജസൻറ്റ് 4ഉം. സോ വൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3/4. ഓക്കെ, സോ നമുക്ക് ഇവിടുന്ന് എന്ത് മനസ്സിലാക്കാം? ഈ കോസ് ഇൻവേഴ്സ് 4/5നും വൈ ആണ്. ഇപ്പം നമുക്ക് കിട്ടിയ ടാൻ ഇൻവേഴ്സ് 3/4ഉം വൈ ആണ്. ദാറ്റ് മീൻസ് കോസ് ഇൻവേഴ്സ് 4/5ന് ഇക്വലൻ്റ് ആണ്. കോസ് ഇൻവേഴ്സ് 4/5ന് ഇക്വലൻ്റ് ആണ് ടാൻ ഇൻവേഴ്സ് 3/4. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ടാനിലോട്ട് കൺവേർട്ട് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ഇതേപോലെ കോസ് ഇൻവേഴ്സ് 12/13 എഴുതാൻ പറ്റും. സോ ഞാൻ കോസ് ഇൻവേഴ്സ് 12/13 പകരം എടുക്കുന്നു. ഇതേപോലെ ഞാൻ റൈറ്റ് ആംഗിൾ വെച്ച് ചെയ്യുവാണ്. ലെറ്റ് വൈ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 12/13. സോ കോസ് വൈ ഈസ് ഈക്വൽ ടു 12/13. ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് ഞാൻ വൈ നമുക്ക് അക്യൂട്ട് ആംഗിൾ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. ടേക്ക് എ ബി സി, റൈറ്റ് ആംഗിൾഡ് അറ്റ് ബി. സി ഞാൻ ഇവിടെ തന്നെ വൈ എടുക്കുന്നു, എല്ലാത്തിനും ഒരുപോലെ അങ്ങ് എടുത്തേക്കാം, കൺഫ്യൂഷൻ വരത്തില്ല. അപ്പം ദെൻ കോസിൻ്റെ ഡെഫിനേഷൻ നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ട്, അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. പൈതഗോറസ് തിയറം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എ ബിയുടെ വാല്യൂ കാണാം. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ. എ ബി സ്ക്വയർ പ്ലസ് 144 ബി സിയുടെ സ്ക്വയർ ആണ്, 12ൻ്റെ സ്ക്വയർ. എ സിയുടെ സ്ക്വയർ 169. സോ എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 169 - 144, 25. സോ എ ബി ഇസ് ഈക്വൽ ടു 5 എന്ന് വരും. സി, നമുക്ക് എ ബിയുടെ വാല്യൂ 5 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ടാനിൻ്റെ വാല്യൂ എഴുതാൻ പറ്റും. ബൈ ട്രയാങ്കിൾ ടാൻ വൈ ഇസ് ഈക്വൽ ടു opposite by adjacent 5/12. So cos inverse 12/13 is equivalent to tan inverse 5/12. സോ രണ്ട് വാല്യൂക്കും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ രണ്ട് കോസിനെയും നമ്മൾ ടാനിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇനി നമുക്ക് ക്വസ്റ്റ്യനകത്ത് കോസ് ഇൻവേഴ്സ് 4/5 പ്ലസ് കോസ് ഇൻവേഴ്സ് 12/13 എന്നുള്ളതാണ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ ഇൻവേഴ്സ് 3/4 പ്ലസ് ടാൻ ഇൻവേഴ്സ് 5/12 എന്നാക്കുന്നു. സി, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈയുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ്
y by 1 minus x into y. ഇനി LCM എടുത്താൽ മതി. 3/4 ഞാൻ ഇവിടോട്ട് എഴുതുവാണ്. 3/4 പ്ലസ് 5/12 LCM എടുത്താൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 12 into 3 36 പ്ലസ് 5 4s are 20 divided by 48 which is equal to 56/48 എന്ന് വരും. ഓക്കെ, സോ ഡിനോമിനേറ്ററും നമുക്ക് LCM എടുക്കാം. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ആണ്. 15/48 ദെൻ LCM എടുക്കുമ്പം 48 minus 15/48 which is equal to 33/48 എന്ന് വരും. ഓക്കെ, സോ ഈ രണ്ട് വാല്യൂ നമുക്കിതിനകത്ത് ഇട്ട് കൊടുത്താൽ, അതായത് LCM എടുത്ത വാല്യൂസ് tan ഇൻവേഴ്സ് 56/48 by 33/48. സോ നമുക്ക് 48 ക്യാൻസൽ ചെയ്താൽ നമ്മുടെ ആൻസർ tan ഇൻവേഴ്സ് 56/33 എന്ന് വരും. tan ഇൻവേഴ്സ് 56/33. പക്ഷെ നമുക്ക് ആൻസർ കിട്ടേണ്ടത് ടാനിലല്ല. സി, നമ്മുടെ ആൻസർ വരേണ്ടത് കോസ് ഇൻവേഴ്സ് 33/65 എന്നാണ് നമുക്ക് ആൻസർ വരേണ്ടത്. ഓക്കെ, കോസ് ഇൻവേഴ്സ് 33/65 എന്ന ആൻസർ വരേണ്ടത്. അപ്പോൾ ഒന്നുകിൽ നമുക്കിപ്പോൾ കിട്ടിയ ആൻസറിനെ കോസ് ഇൻവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ? ഇപ്പോൾ ഈ ട്രയാങ്കിൾ വരച്ചതുപോലെ തന്നെ. അല്ലെങ്കിൽ ആദ്യം തൊട്ടേ നിങ്ങൾക്ക് കോസ് ഇൻവേഴ്സിനെയും കോസ് ഇൻവേഴ്സ് 4/5നെയും കോസ് ഇൻവേഴ്സ് 12/13നെയും മാറ്റിയതുപോലെ കോസ് ഇൻവേഴ്സ് 33/65നെയും ടാനിലോട്ട് കൺവേർട്ട് ചെയ്യാം. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഞാൻ അത് അവിടെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഈ ടാൻ ഇൻവേഴ്സ് ഞാൻ ഈ കിട്ടിയ ആൻസറിനെ കോസിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, രണ്ടും സെയിം ആണ്. അപ്പോൾ ഇത് ചെയ്യുന്ന മെത്തേഡ് സെയിം തന്നെ. നേരത്തെ നിങ്ങൾ എങ്ങനെയാണ് കോസ് ഇൻവേഴ്സിനെ ടാൻ ഇൻവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്തത്? ലെറ്റ് y ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 56/33. ടാൻ y ഈസ് ഈക്വൽ ടു 56/33. ഓക്കെ, റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. ടേക്ക് y ആസ് ABC. y acute ആംഗിൾ ഇവിടെ എഴുതുന്നു. ഓക്കെ, ആൻഡ് ഡെഫിനിഷൻ ഓഫ് ടാൻ ഈസ് ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്. സി, ഇത് ഇത്തിരി വലിയ നമ്പറാണ്. 56ൻ്റെ സ്ക്വയറും ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറാണ്. ഓക്കെ, ഹൈപ്പോട്ടിന്യൂസ് AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ഇസ് ഈക്വൽ ടു AC സ്ക്വയറാണ്. ഓക്കെ, AB സ്ക്വയർ ഈസ് 56 സ്ക്വയറാണ്. ഓക്കെ, 56 സ്ക്വയർ എന്ന് പറയുമ്പോൾ 3136 വരുമേ. ആൻഡ് 33 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1089 വരും. ഇസ് ഈക്വൽ ടു AC സ്ക്വയർ. സോ 1089 പ്ലസ് 3136 ഇസ് ഈക്വൽ ടു 4225 ആണ് AC സ്ക്വയർ വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. 4225ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് ആൻസർ നോക്കി തന്നെ നമുക്ക് പറയാം. നമുക്ക് ആൻസർ കിട്ടേണ്ടത് എന്താ? 65 ആണ്. അപ്പോൾ 65 ആകാനാണ് സാധ്യത. 65 ആകാനാണ് സാധ്യത. നോക്കാം നമുക്ക്. 65 ഇൻറ്റു 65 എന്ന് പറയുന്നത് 4225 ആണ്. സോ AC ഇസ് ഈക്വൽ ടു 65 വരും. ഓക്കെ, സോ AC എന്ന് പറയുന്നത് 65 ആണ്. അപ്പോൾ ഈ ടാൻ ഇൻവേഴ്സ് ടാൻ y ആക്കിയതിനെ ഞാൻ തിരിച്ച് കോസ് y എഴുതുന്നു. കോസ് y അപ്പോൾ എന്ത് വരും? അഡ്ജസൻറ്റ് ഡിവൈഡഡ് ബൈ 65. സോ y ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 33/65. ഞാൻ LHS രണ്ടും ടാൻ ഇൻവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആൻസർ ടാൻ ഇൻവേഴ്സിൽ കണ്ടുപിടിച്ചു. എന്നിട്ട് RHS നമുക്ക് വേണ്ടത് കോസ് ഇൻവേഴ്സിലാണ്. ആ ടാൻ ഇൻവേഴ്സിനെ കോസ് ഇൻവേഴ്സിലോട്ട് മാറ്റി. അങ്ങനെയാണ് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഈ കോസ് ഇൻവേഴ്സ് രണ്ടിനെയും മാറ്റിയതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡിലെ കോസ് ഇൻവേഴ്സിനെ മാറ്റി ടാനിലോട്ട് കൺവേർട്ട് ചെയ്താൽ അങ്ങനെ വേണേലും ചെയ്യാം. രണ്ടാന്നേലും ആൻസർ ആവും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. കോസ് ഇൻവേഴ്സ് 12/13 പ്ലസ് സൈൻ ഇൻവേഴ്സ് 3/5 is equal to sin inverse 56/65. ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ ഞാൻ കോസ് ഇൻവേഴ്സ് 12/13 ആദ്യം ടാനിലാക്കാൻ പോവാം. സോ കോസ് ഇൻവേഴ്സ് 12/13 is equal to y. കോസ് y is equal to 12/13. ട്രയാങ്കിൾ വരയ്ക്കുന്നു. y
എ ബി സി റൈറ്റ് ആംഗിൾഡ് അറ്റ് ബി കോസ് വൈ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ് കോസ് എന്ന് പറയുന്നത്. സോ യൂസിങ് പൈതഗോറസ് തിയറം എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ. എ ബി സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബി സി സ്ക്വയർ 144 ആണ്, 169 വരും. സോ ഇത് പെട്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 169 മൈനസ് 144 25. സോ എ ബി ഇസ് ഈക്വൽ ടു 5. എ ബി ഇസ് ഈക്വൽ ടു 5 വരും. സോ എ ബിയുടെ വാല്യൂ നമുക്ക് 5 കിട്ടി. അങ്ങനെയാണെങ്കിൽ കോസ് വൈനെ നമുക്ക് ടാനിലോട്ട് കൺവേർട്ട് ചെയ്താൽ ടാൻ ഇൻവേഴ്സ് 5/12 ഒറ്റയടിക്ക് ഞാൻ ആൻസർ എഴുതുകയാണ്. ഇനി നമുക്ക് സൈൻ ഇൻവേഴ്സ് 3/5നെ ഇതുപോലെ മാറ്റുവാണ്. സൈൻ ഇൻവേഴ്സ് 3/5 ഇസ് ഈക്വൽ ടു വൈ. സൈൻ വൈ ഇസ് ഈക്വൽ ടു 3/5. ട്രയാങ്കിൾ വരയ്ക്കുന്നു. എ ബി സി. സോ ഡെഫിനിഷൻ ഓഫ് സൈൻ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇനി ബി സി കണ്ടുപിടിക്കാം പൈതഗോറസ് തിയറം യൂസ് ചെയ്തുകൊണ്ട്. സോ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ. 9 പ്ലസ് ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 25. ബി സി സ്ക്വയർ ഈസ് 16. ബി സി ഇസ് ഈക്വൽ ടു 4. സോ ബി സിയുടെ വാല്യൂ നമുക്ക് 4 വരും. അങ്ങനെയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് 3/5ന് ഇക്വലൻ്റ് ആയിട്ടുള്ള ടാനിൻ്റെ വാല്യൂ ടാൻ ഇൻവേഴ്സ് 3/4 വരും. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ചെയ്യുന്നു. കിട്ടുമ്പോൾ നമുക്ക് ആ ടാൻ ഇൻവേഴ്സിലുള്ള ആൻസറാണ് നോക്കുക. നമുക്ക് കിട്ടേണ്ടത് സൈൻ ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ആ ടാൻ ഇൻവേഴ്സിന് ഇതേപോലെ ട്രയാങ്കിൾ വെച്ച് നേരത്തെ ചെയ്തതിൻ്റെ കൂട്ട് സൈൻ ഇൻവേഴ്സിലോട്ട് മാറ്റാം. ഓക്കെ, അങ്ങനെ തന്നെ ചെയ്തു പോകാം നമുക്ക്. സോ ടാൻ ഇൻവേഴ്സ് 5/12 പ്ലസ് ടാൻ ഇൻവേഴ്സ് 3/4 ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. ഓക്കെ, സോ ഞാൻ നേരത്തെ ചെയ്തതിലോട്ട് ഈ സിംപ്ലിഫിക്കേഷൻ ഇങ്ങോട്ട് മാറ്റി ചെയ്യുന്നു. 5/12 പ്ലസ് 3/4 20 പ്ലസ് 36/48 വിച്ച് ഇസ് ഈക്വൽ ടു 56/48 ആൻഡ് 1 മൈനസ് 15/48 is equal to 48 minus 15/48 which is equal to 33/48. സോ ഈ രണ്ട് വാല്യൂ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടാൻ ഇൻവേഴ്സ് 56/48 ബൈ 33/48. 48 നമുക്ക് കട്ട് ചെയ്യാം. സോ ആൻസർ നമുക്ക് കിട്ടുന്നത് ടാൻ ഇൻവേഴ്സ് 56/33 നോക്കാം. ഓക്കെ, സോ നമുക്ക് ടാൻ ഇൻവേഴ്സ് അല്ല വേണ്ടത്. നമുക്ക് എന്താ സൈൻ ഇൻവേഴ്സ് 56/65 ആണ്. തൊട്ട് മുമ്പത്തെ പ്രോബ്ലം ഏകദേശം ഇതുമായിട്ട് സെയിം ആയിരുന്നേ, വാല്യൂസ് അല്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സൈൻ ഇൻവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യാം. ട്രയാങ്കിൾ വരച്ചുകൊണ്ട് ഞാൻ ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ കാണുന്നു സൈനിലുള്ള. എ ബി സി ഇസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, ടേക്ക് സി ആസ് വൈ. സോ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓക്കെ, ടാനിൻ്റെ ആണ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. പൈതഗോറസ് തിയറം യൂസ് ചെയ്യുമ്പം 56 സ്ക്വയർ പ്ലസ് 33 സ്ക്വയർ ആണ് എ സി സ്ക്വയർ എന്ന് വരുന്നത്. 56 സ്ക്വയർ ഇസ് ഈക്വൽ ടു നേരത്തെ ചെയ്തായിരുന്നു 3136 പ്ലസ് 33 സ്ക്വയർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ പ്രോബ്ലത്തിൽ തന്നെ ചെയ്തതാണ്. 1089 ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ. സോ ഈ 1089ഉം 3136 കൂടെ പ്ലസ് ചെയ്യുമ്പം 4225 വരും എ സി സ്ക്വയർ. സോ എ സിയുടെ വാല്യൂ നമുക്ക് 65. 4225ൻ്റെ സ്ക്വയർ റൂട്ട് 65 ആണ്. സോ എ സി നമുക്ക് 65 വരും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് സൈൻ ഇൻവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്താൽ സൈൻ ഇൻവേഴ്സ് ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആൻസർ. അതായത് ടാൻ ഇൻവേഴ്സ് 56/33ക്ക് ഇക്വലൻ്റ് ആണ് സൈൻ ഇൻവേഴ്സ് 56/65. സോ നമുക്ക് സൈൻ ഇൻവേഴ്സിൽ കിട്ടേണ്ടതുകൊണ്ട് ഈ ടാൻ ഇൻവേഴ്സിനെ നമ്മൾ ടാൻ ഇൻവേഴ്സാണ് നമുക്ക് ആൻസർ കിട്ടിയത്, അതിനെ നമ്മൾ സൈൻ ഇൻവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7 ടാൻ ഇൻവേഴ്സ് സെയിം മോഡൽ തന്നെ 63 / 16 is equal to സൈൻ ഇൻവേഴ്സ്
5/13 പ്ലസ് കോസ് ഇൻവേഴ്സ് 3/5. സോ ലെഫ്റ്റ് സൈഡ് ടാൻ ഇൻവേഴ്സിലാണ് കിടക്കുന്നത്, റൈറ്റ് സൈഡ് ടാൻ ഇൻവേഴ്സ് അല്ല. നമുക്ക് രണ്ടുപേരെയും ടാനിലോട്ട് മാറ്റാം. ലെറ്റ് y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 5/13. സൈൻ y ഈസ് ഈക്വൽ ടു 5/13. ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഓക്കെ, എ ബി സി ആംഗിൾ ഇവിടെ y എന്ന് കൊടുക്കാം. സൈനിൻ്റെ ഡെഫിനിഷൻ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റൻ്റ് ഒന്ന് പറയാം. ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ആണ്, ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് ബേസ് സ്ക്വയർ. 169 മൈനസ് 25 വരും. ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നേരത്തെ ഇത് 2-3 പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്. അപ്പോൾ BC 12 ആണ് വരുന്നത്. ഓക്കെ, 144ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കാൻ മതി. സോ സൈൻ ഇൻവേഴ്സ് y, അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഞാനൊന്ന് ടാൻ y എഴുതുന്നു. ടാൻ y ഈസ് ഈക്വൽ ടു 5/12 വരും. So y is equal to tan inverse 5/12. That means sin inverse 5/13 equivalent ആണ് tan inverse 5/12. ഇത് രണ്ടും ഈക്വൽ ആയിട്ട് വരും. ഇനി അതേപോലെ നമുക്ക് കോസ് ഇൻവേഴ്സ്, രണ്ടാമത്തെ കോസ് ഇൻവേഴ്സും ഇതുപോലെ നമുക്ക് മാറ്റാം. ലെറ്റ് y is equal to cos inverse 3/5. Okay, so let y is equal to cos inverse 3/5. cos y is equal to 3/5. ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഓക്കെ, y ഞാൻ ഇവിടെ എടുക്കുന്നു. ABC is a right angled triangle, right angled at B. ഓക്കെ, ഡെഫിനിഷൻ ഓഫ് കോസ് ഈസ് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ഒന്ന് വൈയുടെ കാണാം. പൈതഗോറസ് തിയറം അനുസരിച്ച് 25 മൈനസ് 9 ആണ് AB സ്ക്വയർ എന്ന് പറയുന്നത്. 16 വരും AB സ്ക്വയർ. സോ AB ഇസ് ഈക്വൽ ടു 4ഉം വരും. സോ ഇവിടെ 4 ആണ്. സോ കോസ് ഇൻവേഴ്സ് 3/5ന് ഇക്വലൻ്റ് ആണ്. 3/5ന് ഇക്വലൻ്റ് ആണ് ടാൻ ഇൻവേഴ്സ് 4/3 എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് LHSലെ ടാൻ ഇൻവേഴ്സ് 63/16 എന്ന് തന്നെ കിടപ്പുണ്ട്. RHSലെ ഈ രണ്ട് വാല്യൂവിന് പകരം നമ്മൾ ടാനിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് ടാൻ ഇൻവേഴ്സ് x പ്ലസ് ടാൻ ഇൻവേഴ്സ് y കൊടുക്കാം. ടാൻ ഇൻവേഴ്സ് x പ്ലസ് ടാൻ ഇൻവേഴ്സ് y ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് x പ്ലസ് y ബൈ 1 മൈനസ് x ഇൻറ്റു y. LCM എടുക്കുന്നു. ടാൻ ഇൻവേഴ്സ് 15 പ്ലസ് 48/36 by 1 minus 20/36. വീണ്ടും ഡിനോമിനേറ്ററിൽ ഒരു LCM കൂടെ വരും, വിച്ച് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 48 പ്ലസ് 15 63 ആണ്. 63 ഡിവൈഡഡ് ബൈ 36 ബൈ ഡിനോമിനേറ്ററിൽ 36 മൈനസ് 20 16 ഡിവൈഡഡ് ബൈ 36. ഓക്കെ, സോ നമുക്ക് കട്ട് ചെയ്യാം. 36 കട്ട് ചെയ്തു. സോ നമുക്ക് ആൻസർ കിട്ടുന്നത് ടാൻ ഇൻവേഴ്സ് 63 ഡിവൈഡഡ് ബൈ 16. ഓക്കെ, നമുക്ക് നോക്കാം. അതായിരുന്നു നമുക്ക് കിട്ടേണ്ടത്. നമുക്ക് ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ അതെ, നമുക്ക് കിട്ടേണ്ടത് ടാൻ ഇൻവേഴ്സ് 63 ഡിവൈഡഡ് ബൈ 16 ആയിരുന്നു. ഓക്കെ, മറ്റേ കഴിഞ്ഞ രണ്ട് പ്രോബ്ലത്തിൽ അവിടെ ടാൻ ഇൻവേഴ്സിന് പകരം കോസ് ഇൻവേഴ്സും സൈൻ ഇൻവേഴ്സും ആയിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചതിനെ ടാൻ ഇൻവേഴ്സിൽ കിട്ടിയ ആൻസറിനെ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വന്നു. ഇവിടെ നമുക്ക് കിട്ടേണ്ടത് ടാൻ ഇൻവേഴ്സ് തന്നെ ആയതുകൊണ്ട് ആ ഒരു സ്റ്റെപ്പ് നമുക്കിവിടെ ഒഴിവായി കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കാം. അതും ഈ സെയിം മോഡൽ തന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ടാൻ ഇൻവേഴ്സ് 1/5 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/7 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/3 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/8. നാലും ടാൻ ഇൻവേഴ്സ് വന്നേക്കുക. പ്രൂവ് ദാറ്റ് ആണ്. π/4 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ രണ്ടെണ്ണത്തെയും പെയറാക്കിക്കൊണ്ട് ആദ്യം നമ്മൾ ടാൻ ഇൻവേഴ്സ് x പ്ലസ് ടാൻ ഇൻവേഴ്സ് y കൊടുക്കും. ഇവിടെയും ടാൻ ഇൻവേഴ്സ് x പ്ലസ് ടാൻ ഇൻവേഴ്സ് y, ഇവിടെയും ടാൻ ഇൻവേഴ്സ് x പ്ലസ് ടാൻ ഇൻവേഴ്സ് y. അപ്പോൾ വീണ്ടും രണ്ട് ടാൻ ഇൻവേഴ്സ് കിട്ടും. വീണ്ടും നമ്മൾ ടാൻ ഇൻവേഴ്സ് x പ്ലസ് ടാൻ ഇൻവേഴ്സ് y അപ്ലൈ ചെയ്യും.
ഓക്കെ, അപ്പം ഞാനത് ഇതിനകത്തിരുന്ന് ചെയ്ത് ഇവിടെ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്തു പോവുകയാണേ. സോ ആദ്യം ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത് ടാൻ ഇൻവേഴ്സ് 1/5 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/7 ആണ്. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് ഇൻറ്റു വൈ. ഓക്കെ, അവിടുത്തതിൽ ഞാനങ്ങ് ചെയ്തു പോവുകയാണ്. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് ഇൻറ്റു വൈ. സോ എൽ എച്ച് എസ് ആണ്, പ്രൂവ് ദാറ്റ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ എൽ എച്ച് എസ് എന്ന് എഴുതുന്നു. എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു വിച്ച് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/5 പ്ലസ് 1/7 12/35 ആണ്. 12/35 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/35 ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. അതപ്പോൾ 34/35 എന്ന് വരും. 35. ഓക്കെ, ഇവിടെയും അതേപോലെ ടാൻ ഇൻവേഴ്സ് 1/3 പ്ലസ് 1/8 11/24 ബൈ 1 മൈനസ് 1/24 എന്ന് പറയുന്നത് 23/24. എൽസിയം എടുക്കുമ്പോഴേ കട്ട് ചെയ്യാം നമുക്ക്. 35ഉം 35ഉം ഇവിടെ 24ഉം 24ഉം കട്ടായി. സോ വിച്ച് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 12/34 പ്ലസ് ടാൻ ഇൻവേഴ്സ് 11/23. സി വീണ്ടും നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈയുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്തു. ഓക്കെ, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് ഇൻറ്റു വൈ. ഓക്കെ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ 12/34 ഒന്ന് കട്ട് ചെയ്യാമായിരുന്നു കേട്ടോ. രണ്ടുകൊണ്ട് കട്ട് ചെയ്യാമായിരുന്നു. അപ്പം ഞാനതൊന്ന് കട്ട് ചെയ്ത് എഴുതുവാണ്. അപ്പോൾ ഇത്തിലൂടെ കാൽക്കുലേഷൻ ഇത്തിലൂടെ നമുക്ക് സിമ്പിളാവുമല്ലോ. 6/17 ആണ്. 6/17 ആണ് 12/34 കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനത് ഇവിടെയും ഇവിടെയും ഞാനത് 6/17 എന്ന് എഴുതും. ഓക്കെ, 6/17. അപ്പോൾ ഇച്ചിരൂടെ നമ്പർ ചെറുതായിട്ട് വരും. ഓക്കെ, ടാൻ ഇൻവേഴ്സ് ന്യൂമറേറ്റർ എൽസിയം എടുത്താൽ നമുക്ക് 23 × 6 138 ആണ്. 138 പ്ലസ് 17 × 11 എന്ന് പറയുന്നത് 187 ഡിവൈഡഡ് ബൈ 17 × 23 ഇസ് ഈക്വൽ ടു 391. അതാണ് ന്യൂമറേറ്ററിൻ്റെ എൽസിയം വരുന്നത്. ഡിനോമിനേറ്റർ നമുക്ക് ഒരു സ്റ്റെപ്പ് ഞാൻ ഇവിടോട്ട് ചെയ്യുക. അതായത് 1 മൈനസ് 66/391 ഇവിടെ ചെയ്യുവാണ്. ഓക്കെ, അപ്പം പിന്നെ എൽസിയത്തിൻ്റെ സ്റ്റെപ്പ് ഞാനിവിടെ എഴുതുന്നു. 391 മൈനസ് 66/391. ഓക്കെ, സോ 391 നമുക്ക് ക്യാൻസൽ ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 138 പ്ലസ് 187. 138 പ്ലസ് 187 325 വരും. 325/391 മൈനസ് 66 എന്ന് പറയുന്നതും 325 ആണ്. ഓക്കെ, സോ വിച്ച് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 325/325 1. ഇനി നമുക്ക് നോക്കാം ടാൻ ഇൻവേഴ്സ് 1ൻ്റെ ആൻസർ. സി നമുക്കറിയാം ടേബിൾ വാല്യൂവിൽ നമ്മൾ 10th പഠിക്കുന്നുണ്ട്. ടാൻ π/4 അല്ലെങ്കിൽ ടാൻ 45 ആണ് 1. സോ ക്ലിയർലി നമുക്ക് പറയാൻ പറ്റും π/4 എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് 1. അതാണ് നമ്മുടെ ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷൻ തന്നെ പറയുന്നത്. ഇഫ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എക്സ് ദെൻ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. സോ ലാസ്റ്റിൽ അപ്പോൾ നമുക്ക് ഈ ടാൻ ഇൻവേഴ്സ് 1ന് നമുക്ക് എന്തെഴുതാം? π/4 എന്ന് കൊടുക്കാം, വിച്ച് ഈസ് ദ RHS. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ π/4 ആണെന്നായിരുന്നു. സോ ടാൻ ഇൻവേഴ്സ് 1 വിച്ച് ഈസ് ഈക്വൽ ടു π/4.